ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോർഷൻ, അതായത് ആൾജിബ്ര ഓഫ് സീക്വൻസസ് നോക്കാം. സീക്വൻസസ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതായത് ഇവിടെ ഒരു സീക്വൻസ് എഴുതിയിട്ടുണ്ട് 5, 10, 15, 20, 25 അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്. നോക്കൂ, ഇതിനെ ഓരോ സീക്വൻസിലെ ഓരോ നമ്പേഴ്സിനെയാണ് നമ്മൾ ടേം എന്ന് പറയുന്നത്. എന്താണ്? നമ്പേഴ്സ് ഇൻ എ സീക്വൻസസ് ആർ കാൾഡ് ടേംസ് അല്ലേ? ഇത് ഓരോ ടേംസുമാണ്. അപ്പോൾ ഓരോ ടേംസിനും അതിൻ്റേതായ പൊസിഷനുണ്ട്. പൊസിഷൻ എന്ന് വെച്ചാൽ സ്ഥാനം. നോക്കൂ, 5ൻ്റെ സ്ഥാനം 1, 10ൻ്റെ സ്ഥാനം 2, അതുപോലെ 15 അതായത് 15ൻ്റെ സ്ഥാനം 3, 20യുടെ സ്ഥാനം 4, 25ൻ്റെ സ്ഥാനം 5. അപ്പോൾ അങ്ങനെ ഓരോ ടേംസിനും പൊസിഷനുണ്ട്. അപ്പോൾ സീക്വൻസിലെ നമ്പേഴ്സിനെ ടേംസ് എന്ന് പറയുന്നു. അതുപോലെ ഓരോ ടേംസിനും പൊസിഷനുണ്ട്. ആദ്യത്തെ ആൾക്ക് 1, രണ്ടാമത്തെ 2, മൂന്നാമത്തെ 3, നാലാമത്തെ 4 അങ്ങനെ പൊസിഷനും എന്തിനുണ്ട്? ഈ ടേംസിന് ഉണ്ട്. അപ്പോൾ പൊസിഷനും ടേംസും മനസ്സിലായല്ലോ. നോക്കൂ, ഇനി എങ്ങനെയാണ് ഓരോ ടേമും വന്നിരിക്കുന്നത് നോക്കൂ. പൊസിഷൻ 5ൻ്റെ പൊസിഷൻ എന്ന് വെച്ചാൽ 1 ആ 1 കൊണ്ട് 5നെ മൾട്ടിപ്പിൾ ചെയ്തപ്പോഴാണ് 5 എന്ന ടേം കിട്ടിയിരിക്കുന്നത്. അടുത്ത് നോക്കൂ, ആ 5നെ, അതായത് ഫസ്റ്റ് ടേമായ 5നെ നെക്സ്റ്റ് പൊസിഷൻ 2 ഈസ് ഈക്വൽ ടു എന്താണ്? 10. നോക്കിക്കോ, അടുത്തൊന്ന് നോക്കിക്കോ. 5നെ തേർഡ് പൊസിഷൻ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 15. അടുത്ത് നോക്കിക്കോ, പൊസിഷൻ ഫസ്റ്റ് ടേമിനെ ഫോർത്ത് പൊസിഷൻ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 4th ടേം. നെക്സ്റ്റ് നോക്കിക്കോ, ഫസ്റ്റ് ടേമിനെ എന്താണ്? 5th പൊസിഷൻ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 5th ടേംസ് ഉണ്ടാകുന്നത്. അതായത് ഇവിടെ 5 ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്കിവിടെ ഈ ടേംസ് കിട്ടുന്നത്. അതായത് ഓരോ ടേംസും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് 5 ആണ്. അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞൂടെ? കോമൺ ആയിട്ട് അല്ലേ ഓരോ ടേംസും. അതായത് 10 മൈനസ് 5 ചെയ്താൽ 5 കിട്ടും, 15 മൈനസ് 10 ചെയ്താൽ 5 കിട്ടും, 20 മൈനസ് 15 ചെയ്താൽ 5 കിട്ടും. അതായത് അടുത്തടുത്തുള്ള 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 5 ആണ്. അതായത് അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. ആ കോമൺ ഡിഫറൻസിനെ നമ്പർ ഓഫ് പൊസിഷൻ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പൊസിഷൻസിലെ ടേമിനെ കിട്ടും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഈ കോമൺ ഡിഫറൻസിനെ എക്സ് എന്നെടുക്കാം. നമ്പർ ഓഫ് പൊസിഷനെ എൻ എന്നും എടുക്കാം. നോക്കൂ, അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഇവിടെ 5. അങ്ങനെയാണെങ്കിൽ 100th പൊസിഷനിലെ ടേം എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്താണ്? എക്സ് എന്ന് പറയണം 5. ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് പൊസിഷൻ എത്രയാണ്? 100. ദാറ്റ് മീൻസ് 500. അതായത് ഈ ഒരു സീക്വൻസിലെ, അതായത് 5, 10, 15, 20, 25 ഇങ്ങനെ പോകുന്ന ഈ സീക്വൻസിലെ 100ാമത്തെ ടേം, അതായത് 100ാമത്തെ പൊസിഷനിലെ ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 5നെ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100th പൊസിഷനിലെ ടേം ഏതാണെന്ന് കിട്ടും. ഈസി അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? എക്സ്എൻ, ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് arithmetic sequence of xn. X means common difference, n means number of positions. X means common difference, n means number of positions. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 100ാമത്തെ, അതായത് 100th പൊസിഷനിലെ ടേം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 × 100. ദാറ്റ് മീൻസ് 500. വളരെ എളുപ്പമല്ലേ?